നമസ്കാരം. ഇന്ന് താരത്തിൻ്റെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മുടെ പരിപാടികൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്, നല്ലതും ചീത്തയുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വരാറുണ്ട്. കൃത്യമായിട്ടെല്ലാം ഞങ്ങൾ വായിക്കുകയും അതനുസരിച്ച് നമ്മുടെ പരിപാടികൾ മാറ്റം വരുത്തുകയും ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ കലാകാരന്മാർ, നമ്മളെപ്പോലെ ചെറിയ ചെറിയ കലാകാരന്മാരുടെ പരിപാടികളാകുമ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നാലും നിങ്ങളങ്ങ് ക്ഷമിച്ച് അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം. അത്രയും പ്രിയപ്പെട്ടവരാണ് എല്ലാ കലാസ്നേഹികളും. അപ്പോൾ ഇന്നത്തെ ഒരു എന്താ പറയുക സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഗിഫ്റ്റുമായിട്ട് എന്താണെന്ന് നമുക്കറിയില്ല. ഒരാൾ നമ്മളെ കാണാൻ വരണമെന്ന് പറഞ്ഞ് നമ്മുടെ പ്രൊഡ്യൂസർ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ നിങ്ങളുടെ എൻ്റെ ക്രൂവിനെ ഒന്ന് കാണാൻ വേണ്ടി വരണം, ഇങ്ങനത്തെ ഒരു പരിപാടി കാണാൻ വേണ്ടി വരണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് അതിൻ്റെ കാരണം, അങ്ങനെ കാണാൻ വരണം എന്ന് പറയുന്ന കാര്യം എന്താണ്, ഇത് പ്രതിഭയുള്ള പരിപാടിക്ക് കലാകാരന്മാരെ പങ്കെടുപ്പിക്കേണ്ടതാണ്. ഇല്ല, അതൊന്നുമല്ല പ്രശ്നം, ഞങ്ങൾക്ക് നിങ്ങളൊന്ന് വന്ന് കാണണം, എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്, നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നതൊക്കെ വലിയ രസമാണെന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതല്ല, തെളിവാണ്. അദ്ദേഹം എന്താ ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്, നമ്മളിതുവരെ അദ്ദേഹത്തെ പരിചയപ്പെട്ടില്ല. നമസ്കാരം. ഹലോ, നമസ്കാരം. സാറിൻ്റെ പരിപാടി ഞാൻ കാണാറുണ്ട്. ഒരുപാട് സന്തോഷം. എനിക്ക് താങ്കളുടെ ഒരു ആരാധകനാണ് ഞാൻ. അതിൻ്റെ ഒരു ആവശ്യമില്ല, നമ്മളെല്ലാം അങ്ങനെ ഒരു ഡിഫറൻസ് നമ്മുടെ പരിപാടിയിൽ ഒരിക്കലും ഇല്ല. അല്ല, ഇതൊരു ദൈവാധീന ഉള്ള ഇതാണ് ദൈവാധീനത്തോട് കൂട്ടി കിട്ടിയിട്ടുള്ള ഒരു കലാപരിപാടിയാണ് തൻ്റെ. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ പിന്നെ പെയിന്റിങ് ആർട്ടിസ്റ്റാണ്. പെയിന്റിംഗ് ആർട്ടിസ്റ്റാണ്. പെയിന്റിങ്ങിന്റെ പരിപാടി. അതെ, ഓരോരുത്തർക്കും ഓരോ വാസനകൾ ദൈവം കൊടുക്കുന്നു. അത് നേരാണ്, ഓരോരുത്തർക്കും ഓരോ സെപ്പറേഷൻ. അതെ, താങ്കളുടെ പരിപാടി ഞാൻ കാണാറുണ്ട്. എനിക്ക് വേറെ എൻ്റെ വൈഫിന്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ കുട്ടിക്ക് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പരിപാടിയാണ്. എന്താണ് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, നല്ല അവതരണം കൂടിയാണ്. താങ്ക് യു. അതാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കാനും പറയാനും നല്ലൊരു ഇതാണ്. ഇവിടെ തന്നെ നമ്മൾ മിന്നന്താരത്തിൻ്റെ ഒരു സർവേ ഒക്കെ ചെയ്യണ്ടായി. നമ്മൾ റോഡ് ഷോ പോലെയൊക്കെ ചെയ്തിട്ട് അവിടെയുള്ള അറിയാതെ കിടക്കുന്ന കലാകാരന്മാരെ നമ്മൾ സമൂഹ മധ്യത്തിൽ എത്തിക്കാനുള്ള പരിപാടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി. അത്രത്തോളം ജനങ്ങളോട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണത്. അപ്പോൾ എന്തായാലും അങ്ങ് വന്നതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ്. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ് അങ്ങ് ഇവിടെ വന്നത് തന്നെ. അപ്പോൾ ഞാൻ ഒരു അംഗീകാരം സാറിന് സമർപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ ഒന്നും, ഒരു കലാകാരനെ അവൻ അവകാശപ്പെട്ടതാണ്. അവനൊരു പാരിതോഷികം കിട്ടുക അല്ലെങ്കിൽ ഒരു പാരിതോഷികം കൊടുക്കുക എന്നുള്ളത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരമാണ്. വളരെ ശരിയാണ്, വളരെ സന്തോഷം നൽകുന്നൊരു വസ്തുത തന്നെയാണ്, സത്യസന്ധമായ ഒരു വസ്തുതയാണ്. അപ്പം അങ്ങയുടെ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ ഉപഹാരം താങ്കൾ സ്വീകരിക്കണം, സന്തോഷത്തോടു കൂടി. വളരെ 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 സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക, നമ്മളെ എൻ്റെ പേരിൽ മാത്രമല്ല മിന്നന്താരത്തിൻ്റെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ, ഞങ്ങളുടെ ക്യാമറാമാൻ, എഡിറ്റേഴ്സ് എല്ലാവരുടെയും പേരിൽ, നമ്മൾ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിൽ നമ്മൾ ഈ ഒരു ഉപഹാരം ഞാൻ സമർപ്പിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അങ്ങയുടെ ഒരു ഈ വിനയത്തിന് വളരെ ഇതങ്ങ് വരച്ചാണോ? അതെ അതെ അതെ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് കൊണ്ടിട്ട്? അത് മറ്റേ പുള്ളി എന്തോ തെറ്റ് കാണിച്ചിട്ട് ഈ പുള്ളി തല്ല നിൽക്കേ. അങ്ങനെ, അത് കൊള്ളാം, നല്ലൊരു ആശയം. അത് ഈ പുള്ളി മറ്റേ പുള്ളി തെറ്റ് ചെയ്തു, പുള്ളി എന്താ വേണ്ടതിനെ കാണിച്ചിട്ടുണ്ടല്ലേ, പിന്നെ ഈ പുള്ളി തല്ലിയല്ല. ഇതെന്നെ കഷ്ണം കൈ പുള്ളി പട്ടിയെ കഷ്ണം വെച്ചിട്ട് നിൽക്കുക, അല്ലാതെ നോക്കി നിൽക്കുക. അപ്പൊ ഇത്തരം ഒരു ആശയം ഇതെന്നെ ഇവിടെയൊക്കെ ഈ പൂജ്യം അത് ആദ്യം അടിച്ചിട്ടൊന്നും കൊണ്ടിട്ടില്ല, അതിനാണ് റൗണ്ട് ചെയ്തിരിക്കുന്നത്. വേറെ ടീമിനെ അടിക്കുമ്പോൾ ശരിയിടും, അടിക്കുമ്പോൾ ഇത് ശരിയാവും. ഇവിടെ ചുമല തന്നെ ചോര, അഥവാ പൊട്ടിയാണെങ്കിൽ ചോര വീഴുമല്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെയാണ് ഈ മോഡേൺ ആർട്ടിന്റെ ഒരു കാരണം നമ്മൾ മുന്നേ കാണും. ഈ പുള്ളിയുടെ മേഖല അടിച്ചിട്ടില്ല, ഇതുവരെ അടിച്ചില്ല. ഓങ്ങിയ ഇത് എത്ര മാസമായി വെച്ചിട്ട്? ഇത് ഒരു 9 മാസമായിട്ടുള്ളൂ. അപ്പൊ ഒരു വർഷമായിട്ട് തല്ലിട്ടില്ല. കൈ തളർന്നു പോവില്ല ഇങ്ങനെ? കൈ മസിൽ വെട്ടി കയറി കിടക്ക്, അത് നമുക്ക് ശരിയാക്കാവുന്ന കാര്യമുള്ളൂ. അഥവാ പുള്ളിക്കെട്ട് തല്ല് കൊള്ളിയാണെങ്കിൽ പുള്ളിയുടെ മേല് മുറിയും ചോര വരും. അതിനാണ് ഈ എവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചെടുക്കണം. അത് ശരിക്കും നമ്മളത് നമ്മൾ മനസ്സിലാക്കി, നിങ്ങൾ കാണുന്നതല്ല ഞാൻ കാണുന്നത്. അതെ അതെ, അല്ല കാഴ്ച പ്രശ്നമല്ല. അല്ല, ഞാനിത് എന്റെ മനസ്സിലെ ത്വരയാണ് ഇത് കാണിച്ചു വെച്ചേക്കണത്. എനിക്കൊരു ത്വര വരും. ഈ ബ്രഷ് കയ്യിലെടുക്കുമ്പോഴേ നിങ്ങളുടെ കലാകാരന്മാരുടെ കൈ വറക്കുന്ന സംഭവം അത് ഈ ഇടയ്ക്ക് ത്വര വന്നതിന്റെ അടിക്കാത്തതിന്റെ അല്ല. ഇത് ഇപ്പൊ ഈ ഓക്കെ, ഇത് രണ്ടും മനസ്സിലായി, പ്രേക്ഷകർക്ക് മനസ്സിലാൻ വേണ്ടി ഇതിപ്പോ ഇത്രയും വൈരാഗ്യം ഒരു തന്നെ വരാൻ കാര്യം എന്താ? ഈ പുള്ളി എന്താ വേണ്ടാനും കാണിച്ചിട്ടുള്ളതെന്നാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നത്. ശരിക്കും ഇത്തരം ഒരു പടം വരക്കാനുള്ള ഒരു ഓർമ്മയിലേക്ക് വന്ന എങ്ങനെയാണ്? ഈ ഒരു ചിന്തയിലേക്ക് വന്ന പഴയ ഓർമ്മകൾ വല്ല എടുത്തപ്പോഴാണ് ഈ ജീവിതപ്പെട്ടതാണ്? എന്റെ പകുതി എന്റെ ഭാഗമാണത്, എന്റെ ജീവിതത്തിന്റെ ഭാഗമാണത്. അത് പുറത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും അത് പുറത്ത് ജനങ്ങളിപ്പോ കേൾക്കാണല്ലേ. അതിപ്പോ
ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് അങ്ങേക്ക് പറയാം. അത് വളരെ ഭയാനകവും ഭയങ്കര ഇതാണ്, ശരിക്കും അനുഭവിച്ച സാധനം ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. അല്ല അത് എന്താണെന്ന് പറയാം, തീക്കാത്ത ഒരാളെ നിർത്തി അടുപ്പിക്കാന്ന് പറഞ്ഞാൽ അതെന്ത് മോശം. ഞാനൊരു വീട്ടിൽ കയറി മോഷണം നടത്തിയിട്ട് എന്നെ പിടിച്ചു വെച്ച്, വീട്ടിൽ കയറി മോഷണം നടത്തിയിട്ട് പിടിച്ചു വെച്ചിട്ട് എല്ലാം പിടിച്ചു വെച്ചു. അപ്പൊ ഇതുപോലെ നിങ്ങൾ ആ വീട്ടുകാർ ഞാൻ ഇപ്പുറത്താണ് നിൽക്കണത്. ഞാൻ പിന്നെ വരച്ചപ്പോ അങ്ങനെ പുള്ളിനെ കൂടെ പൊള്ളാൻ വേണ്ടിട്ട് കയറ്റി വരച്ചതേ ഉണ്ട്. പുള്ളിയുടെ കാലം കൂടെ പൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കാല് ചേട്ടന്റെ എന്റെ കാര്യം പകുതി പുള്ളിയിരിക്കെ. അപ്പൊ ഇതെന്നെ പകുതി ചെരിപ്പിട്ടേക്കണ പോലെ ചെരിപ്പിട്ടിരിക്കുന്നല്ല, അത് വാൻ്റെ ചുറ്റിരിക്കണം. ശരിക്കും ഇതിന് എത്ര ലക്ഷം ചേട്ടൻ ഇപ്പൊ വരക്കുന്ന പടങ്ങളൊക്കെ ഒരുപാട് പൈസക്ക് ഒരുപാട്. ഞാൻ അങ്ങനെ കൊള്ളയായിട്ട് അങ്ങനെ ആൾക്കാർക്ക് പ്രതിഫലം വാങ്ങത്തില്ല. എങ്ങനെ പൈസ കാരണം നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളുമാണ് പേന വഴി ആ പെയിന്റ് മുക്കിയായി തൂക്കണത്. പേന വഴി പെയിന്റ് മുക്കി തൂക്കണം, ബ്രഷ് വഴി പെയിന്റ് മുക്കി തൂക്കണത്. അതാ നമ്മുടെ മനസ്സിലെ തൊരേൻ. അതാണ് നമ്മുടെ ഒരു കൂട്ടുകാരനെ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ചോദിച്ചു, പുള്ളി മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ചെയിന്റെ പുറകില്. പുള്ളി മേക്കപ്പ് ചെയ്യുന്ന ഐബ്രോ പെൻസിൽ ഉണ്ടല്ലോ, ഐബ്രോ പെൻസിൽ അപ്പൊ ഞാൻ ചോദിച്ചു എന്താണെന്ന് നീ ആലോചിച്ചിരുന്ന് വിഷമിക്കുന്നത്. എന്റെ പേരുടെ മഴ തീർന്നിട്ട് കോമഡി ആയിരിക്കുന്നു, ചിരിക്കാമല്ലോ അല്ലേ. അപ്പൊ ഇത് ഇലകളൊക്കെ കരിഞ്ഞു പോയതായിരിക്കും. അപ്പൊ ശരിക്കും അദ്ദേഹത്തിന്റെ ഈ ഒരു എന്താ പറയാ ആർട്ട് നമ്മള് സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഫഷനിലെ പയ്യന് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, നമ്മളെ അനുഭവമാണല്ലോ പടർത്തി വെച്ചിരിക്കുന്നത്. അല്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഇതെന്താണ് ഈ നടുക്ക് ഈ നടുവെട്ടി പുള്ളിക്ക് നടുവെട്ടിട്ട് ബെൽറ്റ് ഇട്ടിരിക്കുക, അത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ഡ്രസ്സിനകത്തല്ലേ. അപ്പൊ ഇതന്നെ ഈ ഒരുപാട് ലവ് ഷേപ്പിൽ ഇങ്ങനെ വന്നേക്കണ രണ്ട് കൈയോ അത് ഒടിഞ്ഞു മുടങ്ങിയിരിക്കുന്നതാണോ? അതോ അല്ലല്ല, അത് ഇങ്ങനെ വെച്ചേക്കണതാ, തിരിഞ്ഞു നിൽക്കുക. ഇത് ബാക്ക് ഭാഗം, ഇത് രണ്ട് കാല്, മറ്റേ കാല് ഒടിഞ്ഞ കാല്, ഇത് ഒടിഞ്ഞ കാല് അല്ല മറ്റേ കാല് ഒടിഞ്ഞ കാല്, ബാൻഡേജ് ഇട്ടിരിക്കണത്. ഇത് ഇവിടെയൊക്കെ തീ ഈ നടുക്കൂടി പോയ ഈ വര എന്താ ഇങ്ങനെ? അത് ജനലിന്റെ ജനലിന്റെ മറ വെച്ചാണ് അടിച്ചത്. എന്തായാലും സംഭവം നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പയ്യനിലേക്ക് കൊടുത്തേടാ വാടാ, സന്തോഷകരമായിട്ട് തരുന്നതാണ്. സൂക്ഷിക്ക്, ഒരുപാട് സന്തോഷമായി. കാര്യം നമുക്ക് ഇത്തരം ഒരു സംഭവം നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് ഒരാള് മനസ്സറിഞ്ഞ് തരിക എന്ന് പറയുന്നത് വലിയ, അത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ ആ ഒരു പെർഫോമൻസ് കണ്ടത് കൊണ്ടാണ് കേട്ടാ, അല്ലെങ്കിൽ എനിക്ക് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിനിപ്പോ എത്ര ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ടാവും? അത് 4 ലക്ഷം രൂപ പറഞ്ഞ. കാരണം തീയിൽ നിന്നാണ് സംഭവം അത്ര ത്യാഗം അനുഭവിച്ചതാ, നേരിട്ടും പടത്തിൽ കൂടി. അപ്പൊ ഇത് എത്ര നാൾ എടുത്തു ഇങ്ങനെ വരക്കാനായിട്ട്? കുറച്ച് നാളെടുത്തു. കാരണം വിഷമം വരുമ്പോഴാണ് ഞാൻ കൂടുതലും ഈ ബ്രഷ് പെയിന്റിൽ നോക്കി എൻ്റെ ത്വര തീർക്കണം. പക്ഷെ അത് കാണുമ്പോൾ ഞങ്ങൾക്കാണല്ലോ വിഷമം വന്നത്, കണ്ടിട്ട് ഇത് എന്താണ് ത്വര തീർത്തേക്കണം പറഞ്ഞിട്ട്. അല്ല അതല്ല, അത് പോട്ടെ. ഇപ്പൊ എന്താ പറയുക, എത്ര കലാകാരനെ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യരുത്. ഇൻസൾട്ട് അല്ല, ഇൻസൾട്ട് അതൊന്നും ചെയ്യില്ല. നമ്മൾ ഇത്ര നിങ്ങളെ സപ്പോർട്ട് ചെയ്യല്ലേ. അപ്പൊ എന്നിട്ട് ഇത് പിന്നെ അങ്ങനെ എത്ര നാളെടുത്തു? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറയണം. ഇത് 3-4 വർഷം എടുത്തു. 3-4 വർഷം മുന്നേ ഉള്ള പെയിന്റ് തീർന്നുകൊണ്ടാണോ? പെയിന്റ് തീർന്നുകൊണ്ടല്ല, അല്ല ഒരേ സംഗതി വരച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറെ ചട്ടങ്ങളുണ്ട്. ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വളർത്താനല്ലേ ചട്ടം? അയ്യോ, ആ ചട്ടമല്ല. നമ്മളൊരു സാധനം വരച്ചു കൊണ്ടുവരുന്ന അതിനൊരു ചട്ടമുണ്ട്. ആ ലെവലിലേ കൊണ്ട് നിർത്തണം, അല്ലെങ്കിൽ വേറെ രീതിയായി പോകും. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നിർത്തി കഴിക്കണ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് വരക്കണമെങ്കിൽ ഓടിച്ചിട്ടടിക്കുന്ന രീതിയാവും. അങ്ങനെ അടിക്കാൻ പറ്റത്തില്ല. അത് ഉത്സവപ്രമേയം അടിക്കാം. അപ്പൊ അത് കൊണ്ടിട്ടുണ്ടല്ലേ? 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെന്താ ചേട്ടനൊരു കലാകാരല്ലേ? ചേട്ടന് തല്ലുകൊള്ളാൻ വേണ്ടി? തല്ല് കൊള്ളുന്നതല്ല, അവര് തല്ലുന്നതല്ലേ. അല്ല, അതിനെ കൊള്ളാൻ വേണ്ടിയുള്ള കാരണം കൊള്ളാതിരിക്കാൻ നമ്മൾ ഓടും, പക്ഷെ അവരെ ഓടിച്ചിട്ട് തല്ലുന്നതാണ്. ഓടിച്ചിട്ടിരിക്കും. അപ്പൊ ചേട്ടന്റെ നാട്ടില് ഒരു കലാകാരനൊക്കെ ചേട്ടന് വേണ്ട അംഗീകാരം കിട്ടിയോ? വീട്ടിലും നാട്ടിലൊക്കെ അംഗീകാരം കിട്ടി. പഞ്ചായത്ത് മെമ്പറൊക്കെ വന്നിട്ടാണ് പിന്നെ വിടുന്നത്. അംഗീകാരം കിട്ടി. പിരിവിട്ടുന്നത് അവര് വന്ന് തെങ്ങ പിടിച്ചിട്ട് വെച്ചിരിക്കരുത്. നാട്ടുകാര് അവിടെ പഞ്ചായത്ത് മെമ്പറൊക്കെ ഇടപെട്ടിട്ടാണ് അവിടെ നിന്ന് അഴിച്ചു വിട്ടത്. അത് ഞാൻ ചോദിച്ചത് അംഗീകാരം വല്ലതും കിട്ടിയിട്ടുണ്ടോ കലാകാരൻ നിലയ്ക്ക്? അങ്ങനെയുള്ള അംഗീകാരം പഠിക്കണ ചേട്ടൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞല്ലോ, പഠിച്ച സ്കൂളിൽ നിന്ന് എല്ലാരും കൂടെ വന്ന് പൊന്നാടയായിട്ട് വന്ന് അന്ന് പുതപ്പിച്ചെന്ന എന്തോ സംഭവം ഉണ്ടായിരുന്നു. പൊന്നാടയല്ല കൊണ്ടുവന്നത്. അന്ന് വെള്ളം കൊണ്ടുകൊണ്ട് സമയത്ത് വെള്ളം കൊണ്ടുകൊണ്ട് ഹെഡ് മാസ്റ്റർ അറിഞ്ഞു ഇതിന് പുതപ്പിക്കുമെന്ന്. വെള്ളം കൊണ്ട് ഞാൻ ആദ്യമായിട്ട് പേന എടുക്കണ സ്കൂളിൽ വെച്ചാ. ആദ്യമായിട്ട് പടം വരൊക്കെ സ്കൂളിൽ വെച്ചാ? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. പത്ര ചെറുതിലെ ഞാനിപ്പോ ആയെന്ന് വരയ്ക്കുകയാണെങ്കിൽ അത് ആനയുടെ രൂപമാകും. അത് ഭയങ്കര ഒരു അതാണ്. ആ കൈ അങ്ങനെ വന്ന് വീണ് പോണെന്ന് വരച്ച ആനയുടെ രൂപമാന്ന് പറഞ്ഞാൽ അതാണ്. ഞങ്ങളുടെ സദാശിവ സാറിന്റെ ഫോട്ടോയാണ് ഞാൻ ആദ്യമായിട്ട് വരയ്ക്കണത്. എങ്ങനെ? 5ാം ക്ലാസ്സിൽ വെച്ച് ഹെഡ് മാസ്റ്ററാണ് പുള്ളി. പുള്ളിക്കാരൻ മത്സര ടീച്ചറിനെ കൂടെ ഫോട്ടോ വരച്ചതാണ് ആദ്യമായിട്ട് എനിക്ക്. പിന്നെ പൊന്നാടയല്ല കൊണ്ടുവന്നത്, ഒരു വെള്ളം കൊണ്ടുവന്നത്. അതെങ്ങനെ ശരിയാവണം? ഇപ്പൊ സദാശിവൻ ചേട്ടന്റെയും ആ ടീച്ചറുടെയും കൂടെ പടം വരച്ചു കഴിഞ്ഞാൽ നല്ലൊരു അംഗീകാരം, നമ്മുടെ ഹെഡ് മാസ്റ്ററുടെ പടം വരച്ചു നല്ല അംഗീകാരമല്ലേ കിട്ടേണ്ടത്? ശരിക്കും നല്ല ഒരു അംഗീകാരം കിട്ടേണ്ട ഒരു കലാകാരൻ തന്നെയാണ് താങ്കൾ. കാരണം ഒരു വലിയ കാര്യമല്ല. പിന്നെ എന്തിനാ ഒരു വെള്ളത്തുണിയായിട്ട് വന്നത്? അവര് സ്റ്റാഫ് റൂമിൽ നല്ലവണ്ണം നിൽക്കുന്ന ഫോട്ടോ അല്ല ഞാൻ വരച്ചത്, വേറെ ഫോട്ടോയാണ് വരച്ചത്.
ഏറെ വൃത്തിയായിട്ട ഫോട്ടോയാണ് വരച്ചത്. എന്നിട്ടാണ് വെള്ളത്തുണിയല്ല, നിങ്ങളെ വെള്ളത്തുണി പോപ്പിച്ച് നിങ്ങളെ കിടത്തണം. നിങ്ങളെ അങ്ങനെയുള്ള ചെറിയ അബദ്ധങ്ങൾ വരുന്നുണ്ട്. ഈ നമ്മുടെ ഈ ഇടക്കാലത്ത് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കിട്ടും ചേട്ടൻ, ഈ ടൈറ്റാനിക് സിനിമയില് ചേട്ടൻ പടം വരക്കാൻ പോയി എന്നുള്ളതൊരു സംഭവം. നമുക്കിത് സോഷ്യൽ മീഡിയയിൽ എന്താ ഞാൻ വായിച്ചതാണ്. ടൈറ്റാനിക് സിനിമയിൽ ജാക്ക് പടം വരയ്ക്കുന്നുണ്ടല്ലോ, ചേട്ടനാണ് ശരിക്കും വരച്ചു കൊടുത്തതെന്നോ, പിന്നെ അവര് ആ കപ്പലിൽ നിന്ന് ചാടിപ്പോയെന്നോ ചേട്ടനെ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്നോ. ഞാൻ പിന്നെ ഇത് വരക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് തന്നെ അപകടം നടക്കുന്നത് ഈ കപ്പൽ മുങ്ങണം. അതെങ്ങനെയാണ് എന്റെ ഒന്ന് ആദ്യമൊന്ന് പറയാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അത് ഈ കപ്പൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എറണാകുളത്ത് എവിടുന്ന കയറിയ? ഞാൻ എറണാകുളത്ത് കയറി കപ്പൽ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നെ അവിടുന്ന് കയറി. അപ്പൊ ഈ ജാക്ക് എന്ന് പറഞ്ഞ ഈ പയ്യന്, ഈ മറ്റേ റോസി എന്ന് പറഞ്ഞ പെണ്ണുമായിട്ട് എന്തോ പ്രേമമുണ്ട്. ഈ കല്യാണം ഉറപ്പിച്ചാണ് സത്യത്തിൽ ഈ പെണ്ണ് വന്നത്. ഈ പെണ്ണിന്റെ കല്യാണം, റോസിന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് അങ്ങനെ ആ കേസ് കെട്ടുമായിട്ട് നടക്കുന്ന സമയമാണ്. അന്ന് ഞാൻ ഒരുപാട് വർക്കൊക്കെ ഇട്ട് പുറം രാജ്യങ്ങളിലൊക്കെ ഇട്ട് തിരക്കാണ്. അപ്പൊ അങ്ങനെ നടക്കുന്ന വഴിയാണ് ഈ അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞ് ഇവിടെ കല്യാണം ചെയ്യായിരുന്നു വെറുതെ ബഹളം വെച്ച്. അപ്പൊ ഈ സമാധാനിപ്പിക്കാൻ ചെല്ലുന്നതാണ് ജാക്ക്. അങ്ങനെ ജാക്ക് ഓള് തമ്മിൽ ഇതായി. ഇത് ഞാനറിഞ്ഞു. ഉണ്ട്, ഞാൻ അറിഞ്ഞിരിക്കരുത്. ഞാൻ വേറെ കപ്പലിലാണ് പോണത്. അപ്പൊ നമുക്ക് ഫോണിങ് പരിപാടി ഉണ്ട്. അതല്ലെന്ന്, ഞങ്ങൾക്ക് ഇവരുമായിട്ട് മെസ്സേജ് അയക്കാന്നേ. പിന്നെ ആ കാലഘട്ടത്തിൽ മെസ്സേജ് അയക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഫോൺ വഴിയല്ലേ ചേട്ടൻ മെയിനായിട്ട് ആർക്കൊക്കെ മെസ്സേജ് അയക്കണം? ഞാൻ ഒരുപാട് പേർക്ക് അയച്ചിട്ടുണ്ട്. അതെന്തായാലും മെയിനായിട്ട് ഞാൻ ഒരു വത്സലെന്ന് പറഞ്ഞൊരു പെണ്ണിനെ അയച്ചിട്ട് അവരുടെ അച്ഛനും ഞങ്ങളൊക്കെ ഒന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയതാ. എന്റെ പൊന്നിയേട്ടാ, അത് പെണ്ണ് കേസ് വിടാം. എന്നിട്ട് ജാക്കിന്റെയും റോസിന്റെ അങ്ങനെ ജാക്കിന്റെ റോസിന്റെ കഥ. അപ്പൊ ഇവര് തമ്മിൽ വടക്ക് ഇതായി, മറ്റവന് ഇവിടെ വേണമെന്നായി, ഇവിടെ അവനോടെ പോകാൻ പോണ ആ സമയത്താണ് ഇവൻ വരക്കണത്. അപ്പൊ ഇത് ചേട്ടനല്ലേ വരച്ചു കൊടുത്തത്? അല്ല, ഞാൻ വരച്ചതല്ല, ഞാൻ വരക്കാണ്ട് ചെയ്യുന്നതാ. ഈ അപകടം കാരണം ഈ സംഭവം മഞ്ഞുമല ഇടിഞ്ഞതോടുകൂടി ഞാൻ വേറെ നമ്മുടെ കപ്പൽ തിരിച്ചു. അല്ല, മഞ്ഞുമല ഇടിഞ്ഞ് വീണപ്പോ ഇത്രയും പേര് മരണപ്പെട്ടില്ല. അപ്പൊ ചേട്ടൻ എങ്ങനെ രക്ഷപ്പെട്ടു? ഞങ്ങള് വേറെ കപ്പലല്ലേ. ഞങ്ങൾ ഈ സത്യം അപകടം കണ്ട. പിന്നെ അപകടം കണ്ട്, ഞങ്ങൾ അപകടം കണ്ട് ഈ സംഭവം അടിക്ക് ഇങ്ങനെ തിരിയുമ്പോൾ തന്നെ ഞങ്ങള് മറ്റവരോട് പറഞ്ഞ വള്ളത്തിൽ കപ്പൽ തിരിച്ചോളാൻ പറഞ്ഞു. വള്ളത്തിലല്ല, കപ്പല് തിരിക്കാൻ പറഞ്ഞു. ഇതാ പെട്ടെന്ന് റിഹേഴ്സൽ പോകല്ലേ ഈ സാധനം. പുറകോട്ട് പോകല്ലെന്ന് റിവേഴ്സ്. ഇതങ്ങനെ എടുത്താടി വിടണ സാധനമല്ല. പിന്നെ അവിടെ കുത്തി വളച്ചി, രണ്ടുപേരും കഴുക്കോലിട്ട് തടി കുത്തി ജരിച്ചു കൊടുത്തു. മറ്റൊരു ചെറിയ തുഴക്ക് തിരിഞ്ഞിരുന്ന് കീച്ചി. അങ്ങനെ കണക്കിന് ഈ കപ്പൽ വളച്ചെടുത്തു. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് ആ പടം വരക്കാൻ പറ്റില്ലെന്നേ. പിന്നെ ആ പെങ്കൊച്ചിന്റെ ഒന്ന് രണ്ട് സാധനം വരച്ചു കൊടുത്താലും. എന്ത് സാധനം? ഒക്കെ ഒന്ന് രണ്ട് ഫോട്ടോ വരച്ചു കൊടുത്ത്. അപ്പൊ അത്രയും ഒരു ബന്ധമുണ്ട്. ഈ സിനിമ സംവിധായകരൊക്കെ കുറെ സീനുകളൊക്കെ വരയ്ക്കാൻ വേണ്ടി ചേട്ടനെ വരാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കേട്ടു. ഉണ്ട്. ഒരു 2-3 സിനിമയുടെ പേര് തന്നെ ഞാൻ എഴുതിയതാ. ഇതൊക്കെ നമ്മൊരു ഭാഗ്യമല്ലേ, ഇത്രയും നല്ലൊരു നമ്മുടെ ബ്രഷ് അതിനകത്ത് പൊങ്ങുന്നു, നമ്മുടെ തര വരുന്നു. അതാണ് ഇതിന്റെ കേട്ട് കേട്ട്. ആ ഒരു ചൂണ്ട എന്ന് പറഞ്ഞൊരു സിനിമയാണ്, ചൂണ്ട എന്ന് പറഞ്ഞു. ചേട്ടൻ ഈ പറഞ്ഞ എനിക്ക് വിശ്വാസമല്ല. കാരണം ഈ ബ്രഷ് പെയിന്റകത്ത് നോക്കി കഴിഞ്ഞാൽ ചേട്ടൻ എങ്ങനെയാ വായിപ്പിട്ട് നൊരവന്നത്? ഇത് വരക്കണമെന്നുള്ളൊരു എന്തോ ഒരു ത്വര. അപ്പൊ ഈ ചൂണ്ട എന്ന് പറഞ്ഞ സിനിമക്കകത്ത് പിന്നെ ഇതിന്റെ പേര് ലെറ്റർ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ. ചൂണ്ട സിനിമ എന്റെ പേരെന്നാ ഇതിനോട് ചൂണ്ട അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. എവിടെ എന്താ വെച്ചേക്കാം? ഇവിടെ ടേബിൾ വെച്ചേക്കാം. അഡ്വാൻസ് ഇതെല്ലാം കൂടെ. അപ്പൊ ഇവർക്ക് ഇത് മോഡലിഫിക്കേഷൻ അല്ലേ ഇത് ഏറ്റവും വലുത്. നമ്മൾ എൻ്റെ ഒരു മോഡലുണ്ട്. അപ്പൊ ഈ ചൂ എന്ന് പറഞ്ഞ ഈ ലെറ്റർ അങ്ങോട്ട് അടി കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നാ നിൽക്കണത്. ആ ലൈന അങ്ങ് സംഭവം അവർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ചെറിയൊരു പ്രശ്നം പറ്റി. ചൂണ്ടെന്നായിരുന്നു ഒരു സിനിമയുടെ ഇത് വെച്ചിരുന്നത്. നമ്മളുടെ ഇപ്പൊ ചീണ്ടെന്നായി പോയി. അത് പ്രശ്നമായി. ഇനി അത് കാട് ചെല്ലണ്ട. ചേട്ടൻ 5ാമത്തെ വയസ്സ് മുതൽ വരച്ചു തുടങ്ങി. അപ്പൊ ലോകത്ത് ഇത്രയും ചേട്ടന്റെ വരകൾ ശ്രദ്ധിക്കപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ യാത്രകളിലാണോ, എങ്ങനെയാണ് അതൊക്കെ ഒന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകും. എങ്ങനെയാണ് ചേട്ടൻ പുറം ലോകത്തേക്ക് ചേട്ടൻ? കൂടുതലും യാത്രകളിലാണ് എനിക്ക് ഇത് അനുഭവപ്പെടുന്നത്. കാരണം അത് കുറ്റമല്ല. കാരണം യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ വരച്ചു. ഒരു വസ്തുവിനെ നമ്മൾ കണ്ടു, ആ വസ്തുവിനെ നമ്മൾ മനസ്സിലേക്ക് ആവാഹിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ ബ്രഷ് എടുത്ത് ഇതിനകത്ത് നോക്കി ആ ത്വര വരുന്നത്. അപ്പൊ ആ ഈ ആവാഹനമാണ് ഈ ത്വരയായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഏത് യാത്രയിലാണ് ചേട്ടനെ ശ്രദ്ധിക്കപ്പെട്ടൊരു? ഞാൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ പിന്നെ തിരുവനന്തപുരം, എറണാകുളം, കടക്കരപ്പള്ളി, മഞ്ചേശ്വരം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഞാനിത് നോട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കും ഈ സ്ഥലങ്ങൾ. എന്നിട്ടാണ് ഈ കൊണ്ടായിരുന്നു പറഞ്ഞ പോലെ ഈ ബ്രഷ് എടുത്ത് പിന്നെ നോക്കി ഈ ത്വരയടിക്കണത്, കീച്ചണത്. ഒരുപാട് വരച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പട്ടി റൊട്ടീനോടൊക്കെ വരച്ച്, റൊട്ടീനോട് പടം വരച്ച്
ആ പടം ഞാൻ കണ്ടായിരുന്നു. ആ പടത്തിലൊരു പട്ടി നിൽക്കണ, പട്ടിയില്ല റൊട്ടിയില്ല, പിന്നെ ഇത് എന്ത് പടമാണ്? പട്ടി റൊട്ടി പട്ടി നിൽക്കുന്നില്ല, പട്ടി പോയി. പട്ടി പോയപ്പോ റൊട്ടിയാ? റൊട്ടി പട്ടി നിന്നില്ലേ? അപ്പൊ അങ്ങനെ അതിന് ശരിക്കും ചേട്ടന് നല്ലൊരു അവാർഡ് എന്തോ കിട്ടിയതാ ഒരു സംഭവം ഞാൻ അറിഞ്ഞു. 1,00,000 രൂപ പലകയാ, എന്താണ് പലഹാരം എന്തോ കിട്ടിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അല്ല, എനിക്ക് പിന്നീടുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ളതൊക്കെ പഠിക്കാൻ പറ്റും. വര ചേട്ടൻ പഠിച്ചാണോ? ആശാനുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇല്ല ആശാനും ആശാട്ടിമാരും ഇല്ല. ചെറുതിലേ മുതൽ തന്നെ വരക്കാൻ പറഞ്ഞു. പിന്നെ ഇതിന് പ്രചോദനമായത് ഞങ്ങളുടെ അപ്പുറത്ത് ഗോപാലചേട്ടനാണ്. എങ്ങനെ ഈ വരക്ക് ആശാനാണ്? ആശാനെന്ന് പറയാൻ പറ്റില്ല, പുള്ളി ഒരു നിമിത്തമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഈ വരയ്ക്കാൻ അതെന്താണ് അതിന്റെ ഒരു? പുള്ളിയുടെ വീട്ടില് ഒരു സാധനം ഞാൻ ഇതുപോലെ മോഷിച്ചപ്പോ പുള്ളി കൈയുടെ കുണക്കെട്ടടിച്ചതാണ്. അന്ന് ഒരു വേറെ ബ്രഷ് എടുക്കുമ്പോ വിറക്കും, വിറച്ച് ആ രൂപത്തിലേക്ക് അങ്ങനെ പോകും. പുള്ളിയാണ് നമുക്കൊരു പ്രചോദനമായത്. പുള്ളി മറക്കാൻ പറ്റിയല്ല. പിന്നെ പുള്ളിനെ ഞാൻ കൈ കിട്ടിയ ശരിയാക്കി. അവനാണല്ലോ എന്റെ കൈ ഇങ്ങനെ ആക്കിയത്. ഇത് ചേട്ടന്റെ ഈ കൈ എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രേക്ഷകരെ കാണിക്കണം. ഈ കൈ എന്ന് പറഞ്ഞാല് എത്രയോ ചിത്രങ്ങൾ വരച്ചൊരു കലാകാരൻ. ചേട്ടന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ചിത്രമുണ്ടല്ലോ, കലവും പെണ്ണും എന്നും പറഞ്ഞിട്ടൊരു. കുട്ടികൾക്ക് പഠിക്കാനൊക്കെ എന്തോ വന്നതാണത്. അതിങ്ങനെ കലം പിടിച്ചോണ്ടിരിക്കുന്ന അത് എന്താണ് അതിന്റെ ആശയം? എന്താണ് കലവും പെണ്ണും? എന്താണ് അതിന്റെ ആശയം? അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ ഈ ഗൗരി ചേച്ചിയുടെ മകള് വെള്ളം കോരാൻ പോണ നോക്കി നിൽക്കുമായിരുന്നു. ഞങ്ങളുടെ കിടക്കുറത്ത് ഗൗരി ചേച്ചിയുടെ മകള്. ഇവള് ഈ വെള്ളവും കോരിക്കൊണ്ട് വന്ന് ഒരു നിപ്പുണ്ട് അവിടെ, ഒരു കൊഞ്ചി കുഴഞ്ഞ്. അതായത് അവിടെ 1-2 പേര് പിന്നെ പയ്യന്മാര് ഇവള് വെള്ളം കോരാൻ വരുന്നത് കാണും. അപ്പൊ ഞാനിത് വീക്ഷിക്കുന്ന ആളല്ല, നമ്മൾ നോക്കുന്ന ആളല്ല. പക്ഷെ എന്റെ ദൃഷ്ടിയിൽ ഇത് പറഞ്ഞ് ഇവള് ഈ കുടമായിട്ട് നിൽക്കണത്, അത് ഞാനിങ്ങോട്ട് ഒപ്പിയെടുത്ത്. പിന്നെ അതിന് പ്രശ്നമായി. അവിടെ സാരിയുടെ ഫ്രണ്ടിന്റെ ഇവിടെ മാറിക്കിടന്നായിട്ടാണ് ഞാൻ വരച്ചത്. അപ്പൊ അത്ര നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല സാരി. അപ്പൊ ഒരു നോട്ടം കിട്ടുമ്പോ ഒരു കുളിരാട്ടെന്ന് ഓർത്തിട്ട് ഞാൻ ഇച്ചിരി തുണി മാറ്റിയത്. പക്ഷെ അത് പ്രശ്നമായി. അത് പിന്നെ ചേട്ടന് അപ്പുറത്തെ കൈയും കൊണാനും തല്ലി പിടിച്ചോ? ഇല്ല, അത് ഞാൻ ഓടി രക്ഷപ്പെട്ട്. അതുപോലെ ചേട്ടനെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ നേരത്തെ ആരോ പറയുകയുണ്ടായ കേട്ടോ, ഈ ട്രെയിനിൽ ഒരുപാട് പരസ്യങ്ങൾ ചേട്ടൻ ട്രെയിനിൽ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെയാണ് ട്രെയിനിൽ പരസ്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒന്ന് പറയാമോ? ട്രെയിനിൻ്റെ അത് പിന്നെ ഗോയ്ക്കകത്ത് കമ്പാർട്ടേഷനിൽ ഓരോ പടങ്ങൾ വരക്കാറുണ്ട്. അങ്ങനെ വരച്ച് പിന്നെ ചിലർ കണ്ടു കഴിഞ്ഞാൽ തലക്കെട്ടടിക്കും, ചിലർ തെറി പറയും. അതൊരു കലാവിരുദാണത്. അതല്ല ട്രെയിനിനകത്ത് ചേട്ടൻ ഇവിടെ നമ്മൾ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ട്രെയിനിനകത്ത് ചേട്ടൻ ഒരുപാട് നല്ല പരസ്യങ്ങൾ, ചേട്ടൻ പറഞ്ഞ ചിത്രങ്ങളൊക്കെ ഹിറ്റാണ് എന്നൊക്കെയുള്ള നമ്മൾ അറിഞ്ഞത്. അതൊക്കെ ശരിയാണ്. എന്തൊക്കെയായിരിക്കും ട്രെയിനകത്ത് വരക്കേണ്ട പടങ്ങൾ? അത് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. അത് അപ്പൊ അതൊക്കെ വരച്ച ചേട്ടനാണല്ലേ? അതുവരെ നമ്മളത് കൊടുക്കുന്നതാണ് ജനങ്ങൾക്ക്. പക്ഷെ അതൊരു മനോരോഗമല്ല കേട്ടോ, കാരണം അത്ര ഒരു ഈ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പടങ്ങൾ വരക്കാന്നൊക്കെ പറഞ്ഞ ഒരു മോശമല്ലേ? അതൊക്കെ മോശമൊന്നുമല്ല, നമുക്കൊരു പ്രൈവറ്റ്സ് കിട്ടുന്ന അതിനകത്താണ്. നമുക്ക് സുഖമായിട്ട് ആരുടെ ശൈലിയില്ലാത്ത കുത്തിയിരുന്ന് എഴുതാം. അങ്ങനെ. അതെ അതെ. അപ്പൊ ചേട്ടന്റെ കല്യാണം ട്രെയിൻ മൂലമാണ് നടന്നതെന്തോ, ട്രെയിനിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു നിധിയാണ് എന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എവിടെ നിന്നാണ് ആ നിധിയെ കിട്ടിയത്? ട്രെയിനകത്ത് നിന്ന് തന്നെ കിട്ടിയത്. ഈ ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടി അവര് പിടിച്ചു തരുന്നു. ആര് പിടിച്ചു? വണ്ടിക്കകത്ത് ഇരുന്നവര്. അങ്ങനെയുള്ള പണിയൊക്കെ ആയിരുന്നു കയ്യിൽ നിന്ന് വീണത്. എവിടെ വെച്ച് കല്യാണം നടന്നു? അതൊരു മാർവാടി പെണ്ണായിരുന്നു. അത് എന്റെ കൂട്ടത്തിരുന്ന് എന്റെ വരെയും എന്റെ കുറിയും എന്റെ ആ ബ്രഷ് എടുപ്പും എല്ലാം കൂടെ കണ്ടപ്പോ അത് വന്ന് ചേടി. ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്രഷ് എടുക്കുക, ഈ പെയിന്റിനകത്ത് നോക്കുക, ഈ തൊരാങ്ങാടി ചാടി വീഴും എന്ന് പറഞ്ഞ പോലെ ബ്രഷ് എടുത്ത് കുറുക്കിയ നാട് നീട്ടി വരച്ച് വരച്ചപ്പോ അങ്ങനെ നമ്മുടെ കയ്യിരുന്ന് അങ്ങനെ കൊണ്ടുവന്നത്. ഫാമിലി മക്കള് 2 ഉണ്ടായിരുന്നല്ലോ ഓൾറെഡി. മക്കള് നേരത്തെ നമുക്കറിയത്തില്ലായിരുന്നു. രണ്ടാം ഭാര്യയാണ്. രണ്ടാം ഭാര്യ. അപ്പൊ ആദ്യത്തെ കുടിയിൽ മക്കളുണ്ട്. അതാണ് 2 പിള്ളേര്. അപ്പൊ അവര് കലാവാസന അച്ഛന്റെ എന്തെങ്കിലും കഴിവോ? ഇല്ല, അത് പുള്ളിയുടെ കലാവാസനേ ഉള്ളൂ, നമ്മുടെ ഇല്ല. ഇവിടെ ആദ്യം കിട്ടിയവന്റെ. അങ്ങനെയാണ്. അപ്പൊ ഈ ചേട്ടന് ഇനിയിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നുണ്ടോ? ഇതിങ്ങനെ കുറച്ചുകൂടെ ഒക്കെ പുതിയ പുതിയ പിള്ളേരെ നമ്മൾക്ക് വര പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ശിഷ്യന്മാർ ഒത്തിരി ഉണ്ടെന്ന്? ശിഷ്യന്മാരുണ്ട്, പ്രശസ്തരായ ഒരുപാട് പേര് നമ്മുടെ അവിടെ. പിന്നെ ഇതുപോലെ വര പഠിപ്പിക്കുന്നതിന്റെ അവിടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അവരെ കുറിച്ചൊക്കെ ശിക്ഷണങ്ങളെ കുറിച്ച് ഇല്ല, നമുക്ക് ശിഷ്യന്മാരില്ല. പിന്നെ നമുക്കല്ല, അപ്പുറത്ത് വേറെ വര പഠിക്കുന്നിടത്ത് പിള്ളേരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനൊരു കാര്യം കൂടെ, ഇപ്പൊ എന്നെ വരക്കണമെങ്കിൽ നിഷ്പ്രയാസം അത് എന്താ, എങ്ങനെയാണ് അതിന്റെ ഒരു പേപ്പർ വർക്കാണോ അതോ മറ്റേ റബ്ബർ പെൻസിൽ കൊണ്ട് വരയ്ക്കുക? ഏത് വേണമെങ്കിലും കീച്ചാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഹെഡും ഹാലും ഇതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ സംഗതിയായി. പിന്നെ നിങ്ങളുടെ മൂക്കും കാണുമല്ലേ കറ കിടക്കുന്നത്, അതങ്ങോട്ട് അടിച്ചു വിടും. അപ്പൊ എത്ര സമയം വേണം നമ്മളൊരു പടം വരക്കാൻ? എത്ര സമയം വേണം നമ്മളൊന്ന് പടം വരച്ച് ഒരു പടം തീർക്കാൻ വേണ്ടി? ചേട്ടൻ്റെ ഒരു മൂഡ് പോലെയാണോ അതോ പെട്ടെന്ന് ഒരു? ഇല്ല, അതൊക്കെ ഒരു പിന്നെ ഒരു ടൈമാണ്. കാരണം പല ടൈമുണ്ട്.
നല്ല ഒരു വരകാരനാണെങ്കിൽ ഒരു 5 മിനിറ്റുള്ളിൽ നിങ്ങളുടെ പടം വരച്ച് എഴുതി തരും, പെട്ടെന്ന് വരയ്ക്കും. ഒരു 5 മിനിറ്റ് നല്ലൊരു വരകാരനാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കഴിച്ച് സാധനം കഴിച്ച് അടിച്ചു. ചീത്ത വരകാരനാണെങ്കിൽ അവനാണെങ്കിൽ ലൈറ്റ് ആവും. ഭയങ്കര പിന്നെ മീശ് നോക്കുമ്പോ കണ്ണൊക്കെയല്ല, കണ്ണാക്കുമ്പോ ചെവിയൊക്കെയല്ല, ഇതെല്ലാം വരുമ്പോ ഉടലൊക്കെയല്ല, അങ്ങനെയുള്ള കുഴപ്പമുണ്ട്. അതാണ് നിങ്ങൾ അങ്ങനെ ജയിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലൊരു വരകാരനെ കൊണ്ട് വരപ്പിക്കാവുള്ളൂ, അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാതെ പണി ഇത് ചെയ്യരുത്. ഞാൻ വരക്കണം അതുപോലെ അല്ല, നിന്നെ വരക്കണം ചിലപ്പോൾ നിന്റെ അച്ഛനെ ഫോട്ടോ ഇരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ചേട്ടനൊരു ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ട് ഏതോ ഒരു വാരികയിൽ ചേട്ടനെ കുറിച്ചൊരു വാർത്ത വന്നു, ട്രെയിനിലെ സൗന്ദര്യം എന്ന് പറഞ്ഞ ചേട്ടന്റെ ഒരു സംഭവം, ട്രെയിനിനകത്ത് സൗന്ദര്യം. അതിൽ ചേട്ടൻ ഒരു പടം വരച്ചു, ഒരു പെൻഗിന്റെ പടം വരച്ചില്ലേ, ഇങ്ങനെ ചുണ്ടിരിക്കുന്ന പെൻഗിൻ ഒരു കടലിലേക്ക് ചാടാൻ നിൽക്കണതായിട്ട്. പെൻഗിനല്ല സത്യത്തിൽ നമ്മൾ വരച്ചേക്കണത്, ഒരു കൊക്ക് മീനിനെ എടുക്കുന്ന സംഭവമാണ് ഞാൻ വരച്ചത്. പക്ഷെ അതിന് എന്തോ ബ്രഷ് തെറ്റിയതാണോ എന്തോ അന്ന് എനിക്ക് എന്തോ ഒരു മൂടില്ലായിരുന്നു. അതിന് ചേട്ടന് ഒരുപാട് സമ്മാനം, ഒരുപാട് അനുമോദനം കിട്ടി. നമ്മൾ കണ്ടത് പെൻഗിൻ മീൻ എടുക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതൊക്കെ ഒരു വളരെ ഗംഭീരമായിട്ട്. പക്ഷെ ഞാനത് ഒരു കൊക്കിനെയാണ് ഉദ്ദേശിച്ചത്. കൊക്കിനാണ് ശരിക്കും ഇപ്പോഴും എന്റെ മനസ്സിൽ പോയിട്ടില്ലത് ഈ കൊക്കിന്റെ കാര്യം. പിന്നെ ഒറ്റക്കാലം എന്ന് അടിക്കുന്ന വെട്ടി അടിക്കുന്ന സീനാണ് ഞാൻ കണ്ടത്, അവിടെ വെച്ചത്. ഞാൻ പോണ വഴി കണ്ടത് ഒരു പാടത്തിന്റെ ഇറമ്പിലിരുന്ന് കൊക്കിങ്ങനെ കീച്ചണ കണ്ടിട്ടാണ് ഈ ട്രെയിനെ കൊണ്ട് ഈ സാധനം കയറ്റിയത്. പക്ഷെ അത് പിന്നെ ഈ പറഞ്ഞ പോലെ 2 ഭാഗത്തു നിന്ന് നമുക്ക് കമന്റ്സ് വന്ന്, ഒന്ന് പെൻഗിനാണെന്ന് വന്ന്, ഒന്ന് കൊക്കാണെന്ന് പറഞ്ഞു. അതാണ് യഥാർത്ഥ കലാകാരനെ ജനങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും അത് ആരാണ് ഉദ്ദേശിച്ചത്? ശരിക്കും ഞാൻ കൊക്കിനെ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും കൊള്ളാം. നമ്മുടെ എപ്പിസോഡിൽ എന്തായാലും ചേട്ടൻ വന്നതിൽ ഒരുപാട് നന്ദി പറഞ്ഞു, തന്ന സമ്മാനത്തിനും ഒക്കെ നന്ദി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ മിന്നൽ താരത്തിന്റെ മനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അതിഥിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചേട്ടൻ വന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു ചേട്ടാ. താങ്കൾ ഒറ്റക്കാണോ ഞാൻ തന്ന സാധനം എടുക്കുന്നത്? അത് പിന്നെ ഡയറക്ടർ ചേട്ടൻ തന്ന സമ്മാനം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഡയറക്ടർ ഉൾപ്പെടെ, നമ്മുടെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ, നമ്മുടെ ക്യാമറ ഓൾ ടീം ഉൾപ്പെടെ നമ്മൾ സമ്മാനം നമ്മൾ എടുത്തു കഴിഞ്ഞു. എല്ലാവരും കൂടെ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്താണ് ഇതിന്റെ പൈസ തരുന്നത്. എന്ത് ഷെയർ ചെയ്ത്? ഞാൻ ആദ്യം വന്നപ്പോ ഒരു ഫോട്ടോ തന്നിട്ട് അതിന്റെ പൈസ. ഏത് പൈസ ചേട്ടൻ? നമുക്ക് ഒരു ഗിഫ്റ്റ് തന്നു. ഗിഫ്റ്റ് നിങ്ങളുടെ അവതരണം കണ്ടിട്ട് ഞാൻ ഗിഫ്റ്റ് അതിന്റെ പൈസ എനിക്ക് തരണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ബ്രഷ് എടുത്ത് പെയിന്റ് മുക്കി തൊര വന്നിട്ട് അടിച്ചത് ഉണ്ടാക്കിയ സാധനമാണ്. അതിന്റെ അനുഭവമാണ് ഞാൻ പച്ചയായിട്ട് അതേ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പൈസ എനിക്കിത് കിട്ടണം, അല്ലാതെ അതങ്ങനെ ശരിയാവും. ചേട്ടൻ വന്നപ്പോ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ വന്നപ്പോ പറഞ്ഞ നല്ല ഇതാണ് നിങ്ങളുടെ പരിപാടി കൊള്ളാം, അതാണ് സൂപ്പറാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇത്. ഇപ്പൊ ഞാൻ ഫസ്റ്റിലെ ഈ ഫ്ലോറിലേക്ക് ഇരുന്ന് വെച്ചും ഈ ഫോട്ടോ വേണമെന്ന് വെച്ച് നിങ്ങൾ മേടിക്കുക ഇല്ല. അപ്പൊ എന്റെ ബിസിനസ് നടക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ പലതും പറഞ്ഞിരിക്കും. ഇത് ബിസിനസ് തന്ത്രം. പിന്നെ എനിക്ക് അരി മേടിക്കണ്ടേ? അല്ല, അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊരു കാര്യം ചെയ്യാം, മോനേടാ ഫോട്ടോ കൊണ്ടുവന്നേ ഇപ്പൊ തന്നെ. നിങ്ങൾ ഉള്ളതെന്നാ മതി, ഉള്ളതെന്നാ മതി. അല്ല, അങ്ങനെ പൈസ തന്ന ഒരാളുടെ ഫോട്ടോ മേടിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഫോട്ടോ തന്നെ നിങ്ങളിപ്പോ ഇവിടെ വന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്തൊരു അംഗീകാരവും സ്നേഹവും വരുന്നത് നിങ്ങൾക്ക്. അതുകൊണ്ടല്ല നമുക്ക് അരി മേടിക്കണ്ടേ? അതിപ്പോ ഇനി ആ ഫോട്ടോ കൊണ്ടുവന്നേ. അപ്പൊ ഇത് കച്ചവടം വരുന്നല്ലേ? ഇത് എന്തെല്ലാം എന്റെ ഞാനാണ് നിൽക്കുന്നത്, ഞാനായി നിൽക്കുന്നത്. എന്നെ തല്ലാൻ നിൽക്കേ ഈ പുള്ളി. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇത് നിങ്ങളല്ല നിൽക്കുന്നത്. ഇനി ഫോട്ടോക്ക് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഈ തല്ലാൻ നിൽക്കുന്ന ആള് ഞാനാകും. ഇറങ്ങിപ്പോക്കും.